ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ആ മഹാവിസ്മയം 2026 ലോകകപ്പിൽ വീണ്ടും സംഭവിക്കാൻ പോവുകയാണോ? അതെ, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അന്താരാഷ്ട്ര വേദിയുടെ ഏറ്റവും വലിയ വേദിയിൽ നേർക്കുനേർ വരാൻ ഒരു സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 6 വർഷത്തോളമായി നമ്മൾ രണ്ടുപേരും ഒരു മത്സര രംഗത്ത് നേർക്കുനേർ വരുന്നത് കണ്ടിട്ട്. ഒടുവിൽ 2020 ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയും യുവൻറ്റസും ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ ആ പോരാട്ടം കണ്ടത്. അന്ന് റൊണാൾഡോ ഇരട്ട ഗോൾ നേടി യുവൻറ്റസിനെ വിജയിപ്പിച്ചു. അതിനുശേഷം രണ്ടുപേരും വ്യത്യസ്ത ലീഗുകളിലേക്ക് ചേക്കേറി. എന്നാൽ ഇപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ മുട്ടാൻ പോകുന്ന 3 കിടിലൻ സാധ്യതകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സാധ്യതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ലോകകപ്പിൽ ഇവരുടെ ടീമുകൾ ഏത് ഗ്രൂപ്പിൽ ആർക്കെതിരെയാണ് കളിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇത്തവണത്തെ ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ അർജന്റീന ഗ്രൂപ്പ് ജെയിലാണ് ഉള്ളത്. ഓസ്ട്രിയ, അൾജീരിയ, ജോർദൻ എന്നിവരാണ് ഗ്രൂപ്പിൽ അർജന്റീനയുടെ എതിരാളികൾ. അർജന്റീനയ്ക്ക് ഗ്രൂപ്പ് ഘട്ടം അത്ര കഠിനമാകില്ല എന്നാണ് വിലയിരുത്തൽ. മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഉള്ളത് ഗ്രൂപ്പ് കെയിലാണ്. കൊളംബിയ, DR കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവരാണ് റൊണാൾഡോയ്ക്കും സംഘത്തിനും ഒപ്പം ഈ ഗ്രൂപ്പിലുള്ളത്. ഈ 2 ഗ്രൂപ്പുകളിലെ സ്ഥാനങ്ങൾ അനുസരിച്ചാണ് മെസ്സി റൊണാൾഡോ പോരാട്ടത്തിനുള്ള വഴികൾ തുറക്കുന്നത്. പ്രധാനമായും 3 സിനാരിയോകളാണ് ഇതിനുള്ളത്. നമുക്ക് ആദ്യത്തെ സാധ്യതയിലേക്ക് വരാം. ഇതാണ് നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു വഴി. അർജന്റീനയും പോർച്ചുഗലും തങ്ങളുടെ ഗ്രൂപ്പുകളിൽ 1-ാം സ്ഥാനക്കാരെ ഫിനിഷ് ചെയ്യുക. അങ്ങനെ സംഭവിച്ചാൽ ടൂർണമെന്റിന്റെ ഒരേ ബ്രാക്കറ്റിലായിരിക്കും ഇരു ടീമുകളും വരിക. അതിനുശേഷം റൗണ്ട് ഓഫ് 32 മത്സരവും റൗണ്ട് ഓഫ് 16 മത്സരവും ഈ 2 ടീമുകളും ജയിച്ച് മുന്നേറുകയാണെങ്കിൽ ദാ വരുന്നു ആ മഹാപോരാട്ടം. 2026 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും പോർച്ചുഗലും നേർക്കുനേർ വരും. അതായത് മെസ്സിയും റൊണാൾഡോയും സെമി ഫൈനലിന് മുൻപ് തന്നെ ലോകകപ്പിൽ മാറ്റുരയ്ക്കും. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ ആ ആവേശം. ഇനി രണ്ടാമത്തെ സാധ്യത, ഇത് കുറച്ചുകൂടി നേരത്തെ നടക്കാൻ ഇടയുള്ള ഒന്നാണ്, പക്ഷേ സംഭവിക്കാൻ വളരെ സാധ്യത കുറവാണ്. അർജന്റീനയും പോർച്ചുഗലും തങ്ങളുടെ ഗ്രൂപ്പുകളിൽ 1-ാം സ്ഥാനം നഷ്ടപ്പെടുത്തി 2-ാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് ഘട്ടം അവസാനിപ്പിക്കുക. ഇങ്ങനെ വന്നാൽ ടൂർണമെന്റിന്റെ ഘടന അനുസരിച്ച് ഇവർക്ക് ക്വാർട്ടർ ഫൈനൽ വരാൻ കഴിയില്ല. പകരം വളരെ നേരത്തെ തന്നെ, അതായത് റൗണ്ട് ഓഫ് 16 ഘട്ടത്തിൽ തന്നെ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരും. പക്ഷേ അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും നിലവിലെ ഫോമും അവരുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകളുടെ കരുത്തും വെച്ച് നോക്കുമ്പോൾ ഇവർ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്താകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. ഇനി ഫുട്ബോൾ പ്രേമികൾ നെഞ്ചിലേറ്റുന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ആ 3-ാമത്തെ മഹാസാധ്യത, ഒരു സ്വപ്ന ഫൈനൽ. ഒരു ടീം ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തും മറ്റേ ടീം ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ വഴികൾ ടൂർണമെന്റ് 2 അറ്റങ്ങളായി പോകും. അതായത് പിന്നീട് ഇവർക്ക് പരസ്പരം കളിക്കണമെങ്കിൽ രണ്ടുപേരും തങ്ങളുടെ മുന്നിലുള്ള എല്ലാ നോക്കൌട്ട് മത്സരങ്ങളും ജയിച്ച് മുന്നേറണം. അങ്ങനെ സംഭവിച്ചാൽ ന്യൂജേഴ്സിയിൽ നടക്കുന്ന ആ ചരിത്ര പ്രസിദ്ധമായ 2026 ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ മെസ്സിയും റൊണാൾഡോയും നേർക്കുനേർ വരും. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഫൈനലായി അത് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. മെസ്സിയും റൊണാൾഡോയും തമ്മിൽ കപ്പ് ഉയർത്താൻ വേണ്ടി ലോകകപ്പ് ഫൈനൽ കളിക്കുക, ഇതിൽ വലിയൊരു ക്ലൈമാക്സ് ഈ 2 ഇതിഹാസങ്ങളുടെയും കരിയറിന് ഫുട്ബോൾ ദൈവങ്ങൾക്ക് നൽകാൻ കഴിയില്ല. നമുക്കറിയാം 2026 ലോകകപ്പ് ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കരിയറിലെ അവസാനത്തെ ലോകകപ്പ് ആയിരിക്കാനാണ് 100% സാധ്യത. അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും കൈകൾ കൂപ്പി കാത്തിരിക്കുകയാണ് ഇവരുടെ ലാസ്റ്റ് ഡാൻസ് ലോകകപ്പിൽ കാണാൻ വേണ്ടി. ഫുട്ബോൾ ദൈവങ്ങൾ അത് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.